നമ്മുടെ റിവർ സിസ്റ്റം ഈ ഫ്ലഡ് ഹോൾഡ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഇത് വളരെയധികം പിന്നോട്ട് പോയിട്ടുണ്ട്. ഈ കാണുന്ന പൂനൂർ പുഴയും ചാലിയാർ പുഴയുമെല്ലാം കരകവിഞ്ഞൊഴുകിയതാണ് പ്രളയസമാന സാഹചര്യത്തിലേക്ക് ഇത്തവണ കോഴിക്കോട് പോയത്. 2018 പ്രളയത്തിന് ശേഷം തന്നെ പുഴകളിലെ മാലിന്യങ്ങൾ നീക്കണമെന്ന വിവിധ റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുണ്ടെങ്കിലും ഇതൊന്നും നടപ്പിലായില്ല. ഇതിന് വില കൊടുക്കേണ്ടി വന്നത് 1000-ഓളം വീട്ടുകാരാണ്. പലർക്കും ഇപ്പോഴും വീടുകളിലേക്ക് തിരിച്ചു വരാനായിട്ടില്ല. 2018 പ്രളയത്തിന് ശേഷം ഫ്ലഡ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പ് പൂനൂർ പുഴ റീജുവനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം പൂനൂർ പുഴ ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രമുള്ള റിവറാണ്. ഏകദേശം 180 സ്ക്വയർ കിലോമീറ്റർ ഏരിയയും ഒരു 60 കിലോമീറ്ററോളം ലെങ്ത് ഉള്ള ഒരു ചെറിയ റിവറാണ്. പക്ഷേ ഈ റിവർ ഏകദേശം 11 ഗ്രാമപഞ്ചായത്തിലൂടെയും ഒരു മുനിസിപ്പാലിറ്റി, കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലൂടെയും അതുപോലെ കോഴിക്കോട് കോർപ്പറേഷന് നല്ലൊരു ഭാഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് ഈ റിവറിൻ്റെ സൈഡിലുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് 2018 ഫ്ലഡ് ഉണ്ടാകുമ്പോൾ അന്ന് 200 മില്ലിമീറ്ററോളം മഴ പെയ്തിട്ടുണ്ട്. 200 മില്ലിമീറ്റർ, തൊട്ടടുത്ത ദിവസം 100 മില്ലിമീറ്റർ കണക്കിൽ. പക്ഷേ ഇപ്രാവശ്യം അത്ര പോലും മഴ പെയ്യാതെ തന്നെ ഈ ഫ്ലഡ് കൂടുതലായിട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ നമ്മൾ കാണുന്നത് 2018 ആ സമയത്ത് 2018 ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്, 2019, 20 ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഹയർ ഏരിയയിൽ, കാരണം ഹൈലാൻഡ് ഏരിയയിൽ ചെറുതോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ലാൻഡ് സ്ലൈഡ് കൂടി ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ ചിലത് ഹ്യൂമൻ കലാമിറ്റീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടും, അല്ലെങ്കിൽ വീട് നശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടും, അല്ലാതെ തന്നെ ചെറുതും വലുതുമായി. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ ഒഴുക്കിൻ്റെ കൂടെ ധാരാളം ചെളിയും മണ്ണും ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ആ ഒഴുകി വരുന്ന മണ്ണ് ഇപ്പോൾ ശരിക്കും പുഴയിൽ ഡെപ്പോസിറ്റായി കിടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവറിൻ്റെ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ഡെപ്തിൽ കുറവ് വന്നു. അതിൻ്റെ അർത്ഥം റിവറിൽ നമ്മുടെ ഫ്ലഡ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ്. ആ ഫ്ലഡ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഈ 160 മില്ലിമീറ്റർ മഴയ്ക്ക് ശരിക്കും ഈ പൂനൂർ പുഴ ഫ്ലഡഡ് ആവില്ലായിരുന്നു. കാരണം നമ്മൾ പറയും കൺസിക്യൂട്ടീവ് റെയിൻസാണ്, എക്സ്ട്രീം റെയിൻസാണ് ഫ്ലഡ് ഉണ്ടാവാൻ റീസൺ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കൺസിക്യൂട്ടീവ് ഹൈ റെയിൻഫാൾ അല്ല, ഒരൊറ്റ ദിവസം മാത്രമേ 160 മില്ലിമീറ്റർ പെയ്തുള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ റിവർ സിസ്റ്റം ഈ ഫ്ലഡ് ഹോൾഡ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഇത് വളരെയധികം പിന്നോട്ട് പോയിട്ടുണ്ട്. ഫ്ലഡ് ഹോൾഡിംഗ് കപ്പാസിറ്റി കുറഞ്ഞതായതുകൊണ്ട് തന്നെയാണ് പല ഭാഗങ്ങളിലേക്കും ഫ്ലഡ് വന്നു. ഒരുപാട് കണ്ണാടിക്കലൊക്കെ വീടുകളൊക്കെ ശരിക്കും മുങ്ങിപ്പോകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായി. ഇതിന്റെ ഭീതിപ്പെടുന്ന അവസ്ഥ ഞങ്ങൾ അനുഭവിച്ചതാണ്. 2018 ഒരുപാട് ആളുകളെ കരക്കെത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാണ്. അത്രയും ആളുകൾ ജീവൻ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഒരുപാട് ആളുകളെ വീട്ടിൽ നിന്ന് പുറത്തേച്ച് അപ്സ്റ്റെയറുള്ള വീടുകളിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ മൊത്തമായിട്ട് മുങ്ങിയിട്ടുള്ള ഒരു 10-30 വീട് നിന്ന് ഞങ്ങളിതാ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഞങ്ങളിവിടെ അന്നും ഉണ്ടായിരുന്നത്. 10-30 വീടോളം അപ്സ്റ്റെയറിലുള്ള ഡൗൺ ഫ്ലോർ ഫുള്ളും മുങ്ങിയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ആളുകളെ റിക്കവർ ചെയ്തിട്ട് കരക്കെത്തിച്ചത്. ഈ ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് അനുഭവിച്ച പകുതിയോളം ആളുകളാണ് ഇപ്പോഴും അവിടെ ഓൾഡായി നിൽക്കുന്നത്. ഒരു 50 മീറ്റർ 100 മീറ്റർ തൊട്ടടുത്താണ് ഈ പുഴ കവറായിട്ട് കയറ്റി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുഴയുടെയൊക്കെ അറ്റ്മോസ്ഫിയർ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ അന്നത്തെ പഠനത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ വെറ്റ്ലാൻഡ് ഏരിയ എന്ന് വെച്ചാൽ പാഡി ഫീൽഡ്, അതേപോലെ വെള്ളം ഹോൾഡ് ചെയ്യുന്ന ചെറിയ ചെറിയ വെറ്റ്ലാൻഡ്സുകൾ, ചില നമ്മൾ പറയും പാടങ്ങളും മറ്റുള്ള തണ്ണീർത്തടങ്ങളും എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതിലൊക്കെ കുറവ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കാരണം നമ്മൾ റീക്ലെയിം ചെയ്ത് വീടുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെറ്റ്ലാൻഡിലേക്ക് അല്ലെങ്കിൽ പാഡി ഫീൽഡിലേക്കോ ഫ്ലഡ് പ്രൊപ്പഗേറ്റ് ചെയ്ത് അവിടെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോലും ഇപ്പോൾ പൂനൂർ പുഴയിലെ പല ഭാഗങ്ങളിലും ഇല്ല. അതിനോടനുബന്ധിച്ച് തന്നെ പല ഭാഗങ്ങളിലും പൂനൂർ പുഴയിൽ എൻക്രോച്ച്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻക്രോച്ച്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് 40 മീറ്ററോളം വീതിയുള്ള പുഴയിൽ പല ഭാഗത്തും 10 മീറ്റർ വീതിയുള്ളൂ. അതും നമ്മുടെ ഫ്ലഡ് ലീഡ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. പിന്നെ ഈ പൂനൂർ പുഴ ഫൈനലി അത് ഡ്രെയിൻ ചെയ്യുന്നത് കോരപ്പുഴയിലേക്കാണ്. അപ്പോൾ കോരപ്പുഴയും അതേപോലെ ഫ്ലഡ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അൺഫോർച്ചുനേറ്റ്ലി കോരപ്പുഴയുടെ ഡെപ്തും വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതും കോരപ്പുഴ ഒരു ഡ്രഡ്ജിങ് പ്രോഗ്രാം ഉണ്ട്, പക്ഷെ പല കാരണത്താൽ ആ ഡ്രഡ്ജിങ് വേണ്ട രീതിയിൽ നടക്കാത്തതുകൊണ്ട് ആ പഴയ ഫ്ലഡ് ലെവലിൽ ഫ്ലഡ് ഹോൾഡിങ് കപ്പാസിറ്റിയിലേക്ക് കോരപ്പുഴയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കോരപ്പുഴയിലേക്കും ഈ വെള്ളം ഒഴുകിപ്പോയി കോരപ്പുഴയിൽ വെള്ളം ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലഡ് ഉണ്ടാവുന്നതിൽ ഒരു പരിധി വരെ കുറയുമായിരുന്നു.